ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും ഈ 3 കാര്യങ്ങളിൽ 100% നീതി പാലിക്കാനും സാധിച്ചാൽ സക്സസ് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നതാണ് ഒന്നാമത്തെ കാര്യം. യു മസ്റ്റ് ഹാവ് an ഇമോഷണൽ ഡ്രീം. നമുക്കൊരു ഇമോഷണൽ ഡ്രീം വേണം. എന്താ ഇമോഷണൽ ഡ്രീം എന്ന് ഉദ്ദേശിച്ചാൽ? ഇമോഷണൽ ഡ്രീം എന്ന് പറഞ്ഞാൽ സാധാരണ സ്വപ്നങ്ങൾ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ ഇമോഷണൽ ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ സ്വപ്നം പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഫീൽ ഉണ്ടോ ഇല്ലയോ, എനിക്കുള്ളിൽ ഒരു ഉൾക്കുളക ഉണ്ടാവണം. എൻ്റെ രോമങ്ങൾ ഇങ്ങനെ എണീറ്റ് നിൽക്കണം. അതിൻ്റെ തീവ്രത കണ്ണിൽ കാണാൻ പറ്റണം. എനിക്ക് എന്നിൽ കാണാൻ പറ്റണം. സോ ഇത് അതേ ട്രാൻസ്ഫർ ആവുള്ളൂ. ആ ഒരു ഇമോഷണൽ ഡ്രീം നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വേണം. കാരണം അത് ഉണ്ടായാൽ മാത്രമേ ഇവിടെ എന്ത് പ്രതിസന്ധികൾ വന്നാലും എത്ര വലിയ കാര്യങ്ങൾ വന്നാലും തരണം ചെയ്ത് മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം മതി, എൻ്റെ ലീഡറെ നോക്കി ചിരിച്ചില്ലാന്ന് മാത്രം മതി, ഈ ഇൻഡസ്ട്രി വിട്ട് നിങ്ങൾ പോകും. എൻ്റെ ലീഡറെ നോക്കി ചിരിച്ചില്ല, ഓക്കെ നമ്മൾ ക്വിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യും, ഈ ഇൻഡസ്ട്രി എന്നെ വേണ്ടാന്ന് വെച്ച് പോകും. അല്ലെങ്കിൽ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, എന്നെ അപമാനിച്ചു, അതിൻ്റെ പേരിൽ നമ്മൾ പോകും. പക്ഷെ ഈ ഇൻഡസ്ട്രി എനിക്ക് തരാൻ പോകുന്ന ലക്ഷ്യം ഇമോഷണൽ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിന്നും ക്വിറ്റ് ചെയ്യില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം നമ്മളോട് ഈ ഇൻഡസ്ട്രി പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ യു മസ്റ്റ് ബി വില്ലിംഗ് ടു ചേഞ്ച് ആൻഡ് ലേൺ ആസ് ദ ബിസിനസ് ഡിമാൻഡ്. ഈ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കാനും മാറ്റം കൊണ്ടുവരാനും തയ്യാറാവണം. പഠിക്കാനും മാറ്റം കൊണ്ടുവരാനും എന്തൊക്കെ മാറ്റം വേണം? ആദ്യം കൊണ്ടുവരുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്പിയറൻസിലാണ് മൊത്തം കൊണ്ടുവരണം. പഠിക്കാനും മാറ്റം കൊണ്ടുവരാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ചെറുപ്പക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അംഗവാലുണ്ടായ ആളാണ് ഞാൻ. കോഴിവാലെന്ന് പറയും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേരൊക്കെ അംഗവാലുണ്ടായിരുന്നു. ഇപ്പൊ വല്ലതും കാണുന്നു നോക്കിയ ബൈക്കിൽ മുടി നന്നായിട്ട് വളർത്തി ഷേവ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യില്ല. അത് വരാറില്ല, ഇനി വന്നാലും ഞാൻ കളയാറില്ല. അവിടെ അങ്ങനെ വെച്ചോണ്ടിരിക്കും. കുറ്റിച്ചൂല് വരെയൊക്കെ ഉണ്ടാവും. ബാക്കില് മുടിയൊക്കെ വളർത്തി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സുരാഗം ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് അപ്പൊ ഒട്ടുകൂലിച്ചോണ്ടാ. ഓക്കെ, ഈ ഡിഫറൻസ് ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്. കാരണം എൻ്റെ പേഴ്സണാലിറ്റിയെ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. നമ്മളൊരു ഫെയിമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് രാവിലെ ഞാൻ പറഞ്ഞ സെയിൽസിന് മുമ്പ് ഗ്രൂമിങ് ചെയ്യണമെന്ന്, മനസ്സിലായോ? സോ അത് ചേഞ്ചാ. ഇതുപോലത്തെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം. മുഖത്ത് ശുണ്ടി എന്നൊക്കെ പറയൂലേ, ഇങ്ങോട്ട് വന്നാ പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനത്തെ സ്വഭാവം വെച്ച് സെയിൽസിന് കഴിയണ്ടോ, ഇങ്ങനത്തെ സ്വഭാവം വെച്ച് ടീം വർക്ക് ചെയ്ത് കഴിയണ്ടോ. സോ അതാണ് അങ്ങനത്തെ കുറേ മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരണം. കുറേശ്ശെ അതാ പറഞ്ഞ ആദ്യം പഠിക്കണം, ദെൻ ചേഞ്ച്. ആദ്യം നമ്മളിൽ മാറ്റം കൊണ്ടുവരിക, അതിനുശേഷം മറ്റുള്ളവരിൽ മാറ്റം കൊണ്ടുവരിക. ഇതാണ് രണ്ടാമത് നമ്മുടെ ഈ ഇൻഡസ്ട്രി ചോദിക്കുന്ന കാര്യം. മൂന്നാമത് ഈ ഇൻഡസ്ട്രി ചോദിക്കുന്ന കാര്യം, യു ഹാവ് ടു ബി വില്ലിംഗ് ടു വർക്ക് ഹാർഡ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓർ ഇയേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ന്യൂ സിസ്റ്റം. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സിസ്റ്റം നമ്മളെ സംബന്ധിച്ച് പുതിയതാണ് അല്ലേ? RCM എന്ന് പറയുന്ന സിസ്റ്റം ജനിച്ചപ്പോൾ മുതലേ കേട്ടു തുടങ്ങിയ ആൾക്കാരൊന്നുമല്ലോ നമ്മളിപ്പോ ഈ ഇൻഡസ്ട്രി കടന്നു വന്നതാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചത് എന്താ? പുതിയൊരു ലോകമാണ്, അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റമാണ്. അപ്പൊ ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ എനിക്ക് നേടിയെടുക്കേണ്ടതായിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളോ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ളൊരു ഉറപ്പ് വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും അവനവനുണ്ടാവണം. ആ ഒരു ഉറപ്പ് അവനവനിലേക്ക് അവനവൻ ഒരു എഗ്രിമെന്റ് എഴുതി വെച്ച മാതിരി എഗ്രിമെന്റ് എഴുതണം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഈ ഇൻഡസ്ട്രിയിലേക്ക്. കാരണം ഈ ഇൻഡസ്ട്രി അത്രയും മാത്രം തഴച്ചു വളർന്നു നിൽക്കുന്ന
ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ഇൻഡസ്ട്രിയാണ്. ഒരുപാട്. ഇന്ന് ഇന്ത്യയിൽ